ചങ്ങായി വ്ലോഗ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം അപ്പൂപ്പൻ താടി എന്ന പാഠഭാഗത്തു നിന്നും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാ എക്സാമിനും ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ തന്നിട്ട് അതിൽ കുറച്ച് ചോദ്യങ്ങൾ തരും. അതിൻ്റെ ഉത്തരം എഴുതുക എന്നൊരു പ്രവർത്തനം ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അങ്ങനത്തെ ഒരു പ്രവർത്തനം നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അതേപോലെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഓക്കെ. ചോദ്യം നമ്പർ 1. തന്നിട്ടുള്ള ഖണ്ഡിക വായിച്ച് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ശ്രീദേവി വന്ന പാടെ കയ്യിലിരുന്ന കുപ്പി മാഷുടെ മേശപ്പുറത്ത് വെച്ചു. അല്പം വലിയ വായുള്ള മുഴുത്ത കുപ്പി. മാഷ് ചോദിച്ചു, ചിരിതക്കുട്ടി എന്താ ഇന്നൊരു കുപ്പിയുമായി? നാളെ വീട്ടിൽ കള്ളപ്പം ഉണ്ടാക്കുന്നുണ്ടോ? ഇത് കള്ളു വാങ്ങുന്ന കുപ്പിയൊന്നുമല്ല മാഷേ, ഇതൊരു അത്ഭുത കുപ്പിയാ. പഴം വിഴുങ്ങണ കുപ്പി. പഴം വിഴുങ്ങുന്ന കുപ്പിയോ? കൊള്ളാലോ, അതൊന്ന് കാണണല്ലോ. അതിന് പഴം എവിടെ? പഴം ഞാൻ ഇപ്പോൾ കൊണ്ടുതരാം. ഉണ്ണി അടുക്കളയിലേക്ക് ഓടി. ഒരു റോബസ്റ്റ പഴവുമായി അവൻ തിരിച്ചു വന്നു. പഴത്തിൻ്റെ തൊലി അല്പം നീക്കി അവൻ അത് കുപ്പിയുടെ വായിൽ കാണിച്ചു. ഇത് തിന്നണില്ലല്ലോ. ഖണ്ഡിക മനസ്സിലായല്ലോ. ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ശ്രീദേവി മാഷിൻ്റെ മേശപ്പുറത്ത് വെച്ചത് എന്താണ്? കുപ്പി. രണ്ടാമത്തെ ചോദ്യം, കുപ്പിയുടെ പ്രത്യേകത എന്താണ്? വലിയ വായുള്ള മുഴുത്ത കുപ്പി. ചോദ്യം നമ്പർ 3, കുപ്പി കാണിക്കുന്ന അത്ഭുതം എന്താണ്? കുപ്പി പഴം വിഴുങ്ങും. ചോദ്യം 4, ഉണ്ണി ഏതു പഴമാണ് കൊണ്ടുവന്നത്? റോബസ്റ്റ. 5, കുപ്പി പഴം തിന്നോ? ഇല്ല. ചോദ്യം നമ്പർ 2, വേഴാമ്പൽ എന്ന പാഠഭാഗം എഴുതിയത് ആരാണ്? സുഗതകുമാരി. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വേനൽ അനുഭവക്കുറിപ്പ് തയ്യാറാക്കിയല്ലോ. ഞങ്ങളറിഞ്ഞ മഴ, ഒരു മഴ അനുഭവം എഴുതൂ. ആകാശം മൂടിക്കെട്ടി, കാറ്റ് പതുക്കെ വീശി. മഴ ഇപ്പോൾ പെയ്യും എന്നാശിച്ച് ഞാനും അമ്മയും സിറ്റൗട്ടിലിരുന്നു. അകലെ എവിടെയോ മഴയുടെ ഇരമ്പം. അടുത്ത നിമിഷം ചരൽ വിതറും പോലെ മുറ്റത്ത് മഴ ചിതറുമെന്ന് കരുതി. പക്ഷേ ആ മഴയെ കാറ്റ് കൊണ്ടുപോയി എന്ന് അമ്മ പറഞ്ഞു. ശരിയാ, ഇപ്പോൾ കാറ്റിന് കൂടുതൽ തണുപ്പുണ്ട്. മറ്റെവിടെയോ മഴ പെയ്യുന്നുണ്ട്. ഞാൻ നിരാശയോടെ അമ്മയുടെ മടിയിലേക്ക് ചാഞ്ഞു. പെട്ടെന്ന് മഴ തിമിർത്തു പെയ്തു. നെല്ലിക്കയോളം വലിപ്പമുള്ള തുള്ളികൾ. ഇതാണോ നെല്ലിക്കാമഴ? ഞാൻ ചാടി മുറ്റത്തിറങ്ങി. മാനത്തിന് നേരെ മുഖം പിടിച്ചു. മഴത്തുള്ളികൾ കവിളിൽ തട്ടിത്തെറിച്ചു. ഞാൻ തുള്ളിച്ചാടി. അത് കണ്ട് അമ്മയും മുറ്റത്തിറങ്ങി തുള്ളിച്ചാടി. നിങ്ങൾ കളിക്കുന്ന മഴക്കളികൾ എഴുതൂ. ഒരുപാട് മഴക്കളികൾ നിങ്ങൾ കളിക്കാറുണ്ടാകും. 2 കളികളാണ് ഇവിടെ എഴുതേണ്ടത്. കടലാസ് തോണി ഉണ്ടാക്കി കളിക്കൽ, മഴയത്തുള്ള ഫുട്ബോൾ കളി. അടുത്ത ചോദ്യം, പാഠപുസ്തകത്തിലെ പേജ് 83 ചിത്രം നോക്കൂ. ഈ ചിത്രത്തിനെ അടിസ്ഥാനമാക്കി ഒരു വിവരണം തയ്യാറാക്കൂ. പൂനിലാവ് പൊഴിച്ചു നിൽക്കുന്ന പൊന്നമ്പിളി. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന വീട്. മുറ്റമാകെ മെഴുകിയതുപോലെ നിലാവ് പരന്നിരിക്കുന്നു. മുല്ലമൊട്ടുകൾ വാരി വിതറിയതുപോലെ ആകാശത്ത് ചിരി തൂകി നക്ഷത്രങ്ങൾ. വേലിയിൽ പടർന്നു കയറിയ മുല്ലവള്ളി. മുല്ലയിലെ മൊട്ടുകളെല്ലാം കണ്ണു തുറന്നിരിക്കുന്നു. ഒരു മിന്നാമിന്നി ഇത്തിരി വെട്ടവുമായി പറന്നു നടക്കുന്നു. ഇരുട്ടിൽ മരക്കൊമ്പിലിരുന്ന് മൂങ്ങ മൂളുന്നത് കേട്ടാൽ ഇരുട്ട് മൂളുകയാണെന്ന് തോന്നും.
നിലാവിൽ കുളിച്ച ചുറ്റുപാടിൻ്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുകയാണ് കുട്ടി. സുന്ദരിമുല്ലയുടെ കൂട്ടുകാർ ചെയ്ത പ്രവൃത്തി നിങ്ങൾക്കിഷ്ടമായോ? അന്നേ ദിവസം സുന്ദരിമുല്ല എഴുതിയ ഡയറി എഴുതും. ഡയറി എഴുതുമ്പോൾ തീയതിയും എഴുതാൻ മറക്കല്ലേ. ഡയറി എഴുതുമ്പോൾ തീയതി എഴുതാൻ മറക്കല്ലേ. ഡയറി: ഇന്ന് കുഞ്ഞിപ്പൂമ്പാറ്റയും അവളുടെ കൂട്ടുകാരും എനിക്കു വേണ്ടി കുറേ കഷ്ടപ്പെട്ടു. എന്ത് സ്നേഹത്തോടെയാണ് എല്ലാവരും എന്നോട് പെരുമാറിയത്. ഇവരെ ഒന്നും ഞാൻ എൻ്റെ കൂട്ടുകാരായി ഇതുവരെ കണ്ടിട്ടില്ല. അഹങ്കാരി എന്നൊരു പേരും എനിക്കുണ്ട്. അതൊന്നും വകവയ്ക്കാതെ എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ എല്ലാവരും കൂടെ നിന്നു. ഇപ്പോൾ എല്ലാം ഭേദമായി. മനസ്സു നിറയെ സ്നേഹമാണ് എല്ലാവരോടും. രാത്രിയിൽ വീടിന് പുറത്തിറങ്ങിയ കുട്ടി മിന്നാമിനുങ്ങിനോടും മുല്ലയോടും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും? സംഭാഷണം തയ്യാറാക്കൂ. സംഭാഷണം: കുട്ടി: മുല്ലേ, നീ എന്താ കണ്ണു തുറന്നിരിക്കുന്നത്? നിനക്കും ഉറക്കമില്ലേ? മുല്ല: രാത്രിയാണ് ഞങ്ങൾ വിരിയുക. നീ എന്താ ഉറങ്ങാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? കുട്ടി: ചന്തമുള്ള എത്ര കാഴ്ചകളാണ്, അതെല്ലാം കാണണ്ടേ? മിന്നാമിന്നി: വേണം വേണം. പുഞ്ചിരി തൂകുന്ന അമ്പിളി, പൂനിലാവിൽ കുളിച്ച പ്രകൃതി. കുട്ടി: നിന്നെ കാണാനും ഈ മുല്ലയെ കാണാനും നല്ല ചന്തമാ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ യൂണിറ്റിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.